അസ്സലാമലൈക്കും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പെരിന്തൽമണ്ണ തായക്കോട് സ്കൂളിലുണ്ടായ പ്രശ്നം അല്ലേ? ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി കുറച്ചൊരു എന്തോ ഒരു ദേശീയക്കാരനാണെന്ന് പറയണോ അവന് ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. പല സ്കൂളിലും ചെന്നിട്ട് അവന് അവിടെ സീറ്റ് കിട്ടിയില്ല. വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടെ തന്നെ വന്നു. അപ്പോൾ അവൻ്റെ ഭാവിയെ കരുതിയാണ് വീണ്ടും അവിടെ സീറ്റ് കൊടുത്തതെന്നാണ് സ്കൂൾ അധികൃതരൊക്കെ പറയണത്. അപ്പോൾ എനിക്കൊരു സംശയം, കാരണം എന്താ വെച്ചാൽ ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വരുമ്പോൾ എല്ലാവരും നല്ല കുട്ടികളെ പരിശോധിച്ചിട്ടാണ് പരീക്ഷാ ഹാളിലേക്ക് കയറ്റി വിടുക. കാരണം കോപ്പി അടിക്കാനുള്ള വല്ല സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ വല്ല പേപ്പറുകൾ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഈ കുട്ടി ഒരു ആയുധം അരയിൽ വെച്ചിട്ട് വന്നതും മറ്റുള്ളവർ കണ്ടില്ല എന്നാണോ അതോ അങ്ങനെ പരിശോധന നടന്നിട്ടില്ല എന്നാണോ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരിക്കും. കാരണം ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി ഒരു പ്രശ്നമില്ലാതെ അവൻ പഠിച്ചോളും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും 3 മക്കളെ കുത്തിക്കണം. 2 ആൾ മറ്റേ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 1 ആൾ പെരിന്തൽമണ്ണ ഒരു സ്വകാര്യ ആശുപത്രിയിലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ എന്താണെന്നറിയോ, നമ്മളെ കുടുംബത്തിൽ നമ്മളെ കുട്ടികൾ എല്ലാവരുടെയും ജാതി മതമല്ല ഞാൻ പറയണത്, കുട്ടികൾ അതാണായാലും പെണ്ണായാലും നമ്മളെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളെ കുട്ടിയാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അവനെ നമുക്ക് സംരക്ഷിക്കണം എന്ന് ചിന്തിക്കരുത്. നമ്മളെ കുട്ടി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതേമാതിരി ഓരോരുത്തരും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കുട്ടികൾ പുറത്ത് പോയിട്ട് എന്ത് ചെയ്തിട്ട് വന്നാലും കുടുംബത്തിൽ ചെയ്യുമ്പോൾ എൻ്റെ അപ്പയും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം ഉണ്ടാവും ഞാൻ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവും, എൻ്റെ കുടുംബം എൻ്റെ പുറകുണ്ടാവും എന്നൊക്കെ ഈ കുട്ടികൾക്ക് ധൈര്യം കിട്ടി കുട്ടികൾ പുറത്ത് പോയി എന്ത് ചെയ്തിട്ടും വരാൻ ധൈര്യം ഉണ്ടാകും അവർക്ക്. നേരെ മറിച്ച് പുറത്ത് പോയി തെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കും, വീട്ടിൽ പോയാൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുമ്പോൾ കുട്ടികൾ കുറച്ച് പേടിക്കും. കാരണം അതിന് മാത്രം ആയില്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് അവർ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആയിട്ട് കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടിപിടി ആയിട്ടുണ്ട്. അതിന് സ്കൂളിലുള്ള അധികൃതരും പോലീസും എല്ലാവരും കൂടി വന്ന് ചർച്ച ചെയ്തെല്ലാം സമാധാനത്തിൽ വിട്ടതാണെന്ന് പറയണം. അപ്പോൾ ഈ കുട്ടി വേറെ സ്കൂളിൽ പോയി അഡ്മിഷന് വേണ്ടി പോയി നോക്കുമ്പോൾ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വീണ്ടും ഇവിടെ തന്നെ വന്നപ്പോൾ അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വീണ്ടും അവിടെ അഡ്മിഷൻ കൊടുത്ത് നിന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ തമ്മിലല്ലേ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് കുട്ടികൾ തമ്മിൽ തീരൂല, നാളെ വലിയൊരു തമ്മിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാറാതിരിക്കട്ടെ. കാരണം കുട്ടികളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വലിയവർക്ക് വിവേകവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായി ചെയ്ത് നമുക്കത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതിലേക്ക് വരട്ടെ അവരെ മാതാപിതാക്കൾ ആരാണെങ്കിലും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകണു, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നു, നമ്മൾ പരമാവധി നമ്മളെ മക്കളെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്നിട്ടും നമ്മളെ കൈമീറി മക്കൾ പോവുകയാണ്. അത് 6ാം ക്ലാസ് 5ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം മെയിനായിട്ടുള്ള ഒരു കാരണം ഞാൻ പറയാം, കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യമാണ്. കാരണം കുട്ടികളെ സ്കൂളിൽ ടീച്ചർമാർക്ക് ശാസിക്കാനോ അടിക്കാനോ പറ്റില്ല, കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് അടിക്കാനോ ശാസിക്കാനോ പറ്റില്ല. കുട്ടികൾ പോയി കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മാതാപിതാക്കളാണ് പ്രതികളാകുന്നത്. സ്കൂളിലും അതേമാതിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർക്കും മാഷന്മാർക്കാണ് പ്രശ്നമാകുന്നത്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രശ്നമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് മാറുമ്പോഴാണ് നമുക്ക് വല്ലാത്ത തലവേദനയാകുക. കാരണം ഒരു സ്കൂളിൻ്റെ പേര് മോശമായി, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പേടിയായി, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളൊക്കെ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന ഈ സമയത്തും കാലത്തൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ അങ്ങനത്തെ കൂട്ടുകാരൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ
ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടും. എന്നിട്ട് ബുക്ക് കൊണ്ട് അങ്ങോട്ട് കൊടുക്കും, ബാഗ് കൊണ്ട് അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളടുത്ത് ടിപ്പം പാത്രമാണെങ്കിൽ അതുകൊണ്ട് ഏറ് കൊടുക്കും, നെല്ലിക്ക കയ്യിൽ ചെയ്യും നെല്ലിക്ക കൊണ്ട് ഏറ് കൊടുക്കും, തിരിച്ചും കിട്ടും. എന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച മിണ്ടാൻ നടക്കും. പിന്നെ വീണ്ടും എല്ലാവരും ഒരേമാതിരി ലോകിയാവും. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഈ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ക്രിമിനൽ മൈൻഡാകുകയാണ്. അപ്പം തോന്നുന്നത് അപ്പം ചെയ്യുക. കാരണം ഇന്ന് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളേക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ചിന്തിക്കാതെയാണ് വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇന്ന് ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ കുട്ടികൾക്ക് ചിന്തിച്ചു തുടങ്ങി, ഇപ്പം അവൻ അങ്ങനെ പ്രശ്നക്കാരനാണ്, അതിന് ഒഴിവാക്കി വിട്ടതാണ്, ശരി അവന് പൊതുവെ പ്രശ്നക്കാരാണ്, നമുക്ക് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാറാം. പക്ഷെ ഇവരും വിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് വലിയ ആളാവണം, ഞാൻ വലിയ ആളാവണം, ഞാൻ ആരുടെ മുമ്പിലും തോൽക്കില്ല എന്നുള്ളൊരു ഭാവന കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വരാൻ തുടങ്ങി. വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെ ആകുന്നതിൻ്റെ ലക്ഷണങ്ങളാണിത്. കാരണം വിട്ടുവീഴ്ച ഉണ്ടെങ്കിലാണല്ലോ ഒരു തെറ്റൊരു കുട്ടി ചെയ്താലോ അല്ലെങ്കിൽ വലിയ ആൾ തന്നെ ആയിക്കോട്ടെ ചെറിയ കുട്ടികൾ തന്നെ ആയിക്കോട്ടെ, ഒരാളൊരു തെറ്റ് ചെയ്താൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ സാരില്ല എന്ന് പറഞ്ഞ് വിടുള്ളൂ. ഇന്ന് വലിയൊരു അത് ചെയ്യണില്ല. കാരണം ഒരു വിട്ടുവീഴ്ച മനോഭാവം വലിയ ആൾക്കാർക്കും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒന്നും നമ്മളെ നാട്ടിൽ നടക്കൂലല്ലോ. അപ്പം തോന്നുന്നത് അപ്പം ചെയ്യുക. ഇത് കുറേ ലഹരി കൊണ്ട് വരുന്നതുകൊണ്ട്, കുറേ ഈ വൈരാഗ്യം കൊണ്ട് വരുന്നതുകൊണ്ട്, ഈ വൈരാഗ്യം എന്ന് പറയുന്ന സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഒരു ചെറിയൊരു വിത്ത് അവിടെ വീണ് കഴിഞ്ഞാൽ മതി. പിന്നെ അതുമ്മേ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തോന്നും. പിന്നെ അവരെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരെ മുമ്പിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യണമെന്ന് തോന്നും. അപ്പം ആ ഒരു ഇതൊന്നും ഇന്നത്തെ കാലത്തെ വലിയ ആളുകൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഇല്ല എന്ന് തോന്നുന്നു. കാരണം ആർക്കും ജയിക്കണം. അത് കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ, ചുട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, 2025 പിറന്നതിന് ശേഷം കൊലപാതകങ്ങളില്ലാത്ത ഒരു ദിവസമെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വാർത്തയിലെങ്കിലും അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടോ? പണ്ടൊക്കെ വാർത്തക്കാർക്ക് പ്രളയത്തെ പറ്റിയും ആന ഇറങ്ങണതും കരടി ഇറങ്ങണതും പുലി ഇറങ്ങണതും അതേമാതിരി വേറുള്ളതും ബസ് തടഞ്ഞതും സമരങ്ങളും ഹർത്താലും അങ്ങനെ പലതുമായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഒരു കൊലപാതകത്തിനെ പറ്റി ഇന്ന് ന്യൂസ് കിട്ടി, നാളെ അതേ ന്യൂസ് കിടക്കാൻ മറ്റന്നാൾ പുതിയൊന്ന് വരികയാണ്. അപ്പം നമ്മളെ കേരളം എന്തെങ്ങനെയാണ്? നമ്മളെ കേരളം ദൈവത്തിൻ്റെ നാട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പുകഴ്ത്തിയുന്ന നാടാണ്. പക്ഷെ ആ നമ്മളെ നാട്ടിൽ കുഞ്ഞു മക്കൾ വരെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അതിൻ്റെ കാരണം? ലഹരിയാണോ? അതോ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തതാണോ? അതോ നമ്മളെടുത്ത് ഈ വൈരാഗ്യ ബുദ്ധികളും ക്രിമിനൽ ബുദ്ധികളും കൂടി വരുന്നത് കൊണ്ടാണോ? സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടും ഓരോ കൗൺസിലിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നൊക്കെ പ്രത്യേകമായിട്ടും ഓരോ സ്കൂളിൽ കുട്ടികളുടെ സ്വഭാവമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ടീച്ചർമാർ വിളിച്ച് നമ്മളോട് പറയുന്നുണ്ട്, ഇങ്ങനെ കുട്ടിക്ക് ഒരു സ്വഭാവമാറ്റമുണ്ട്, അപ്പോൾ നിങ്ങളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം എന്ന് നമ്മളെ ടീച്ചർമാർ തന്നെ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോവുക. കാരണം അവരെ നമുക്ക് നന്നാക്കി എടുക്കണമല്ലോ. അവരെ നമുക്ക് നാളെ നാടിന് ആവശ്യമാണല്ലോ. നമ്മളൊക്കെ എന്നോ നാളെ എന്ന് പറയുന്നമാതിരി പോകും. പിന്നെ നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ നന്മയും സഹായവും കൊറോണ വന്നാലും അതേമാതിരി പ്രളയം വന്നാലും എന്ത് വന്നാലും നാളെ ഇവരൊക്കെയല്ലേ നമ്മളെ നാടിന് വേണ്ടി ഇറങ്ങേണ്ട പൗരന്മാർ. അപ്പോൾ ഇവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഈ രൂപത്തിൽ കുത്താനിറങ്ങി വെട്ടാനിറങ്ങി എന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതൊരു പരീക്ഷ നടക്കുന്ന സമയത്ത്. എന്താണെന്നറിയില്ല, മെയിനായിട്ട് സ്കൂളിലെ ഈ
രാഷ്ട്രീയം തന്നെ ഇല്ലാതെയാക്കണം. കാരണം അതിലൊക്കെയാണ് ഈ കൂടുതൽ ജയിക്കണം എന്നുള്ള മനോഭാവം വരുന്നത്. ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ഇലക്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ നന്നാവും തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇത് 10ാം ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ഒരു ലീഡർ ഉണ്ടാവും. ലീഡറെ കാണുമ്പോൾ മറ്റവന് അസൂയാണ്. അന്ന് തൊട്ട് തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വൈരാഗ്യം തുടങ്ങി. ഇപ്പം വലിയ ലീഡറാണ്, ഈ പറയുന്നതാ ഞാൻ കേൾക്കണം. അങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങൾ തുടങ്ങി. ഏതായാലും നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു നല്ല മാർഗത്തിലാക്കട്ടെ റബ്ബേ. അടുത്ത തലമുറയെങ്കിലും ഞങ്ങളെ ഈ മക്കളെ, അടുത്ത തലമുറയല്ല ഈ തലമുറ തന്നെ, ഈ തലമുറ നന്നായാലല്ലേ അടുത്ത തലമുറ നന്നാകുള്ളൂ. ഈ മക്കൾക്കൊക്കെ ഒരു വിവേചന ബുദ്ധി കൊടുത്തുകൊണ്ട് നല്ലൊരു മക്കളാക്കി, സ്വാലിഹായ മക്കളാക്കി, നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി റഹ്മാനെ ആ മക്കളെ തിരിച്ച് ആ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഒന്ന് തിരിച്ചു കൊടുക്കറപ്പേ. ഈ പരിശുദ്ധ റംളാൻ്റെ പുണ്യം കൊണ്ട് ഒരു മക്കളെ മനസ്സിലും വൈരാഗ്യമോ വൈലൻ്റോ ക്രിമിനൽ സ്വഭാവമോ ഇല്ലാതെ പഠിത്തം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം ആ മക്കളെ മനസ്സിനെ നീ മാറ്റി റബ്ബേ. ഏതായാലും വലിയ സങ്കടം ഉണ്ട് അത് കേട്ടപ്പോൾ. നമ്മളടുത്താണ് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. അതുകൊണ്ടൊരു വീഡിയോ ചെയ്താണ് ഞാൻ. നമ്മളെ വീട്ടിലും മക്കളുണ്ട്, കുടുംബത്തിൽ വന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മളും പറഞ്ഞു കൊടുക്കുക. തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക, വിവരം മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ നിർത്തണു ഞാൻ. എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും, കമൻറ്റിനൊക്കെ ഒരുപാട് മറുപടി തരാനുണ്ട്. അതൊക്കെ റംളാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പെട്ടിയെന്ന് വേണ്ട, റംളാൻ കഴിയട്ടെ. 10 ദിവസം കൂടെ അല്ലോ റംളാൻ. ഇതാ വന്നു അതാ പോയി എന്ന് പറഞ്ഞ മാതിരി. ഇന്നിപ്പോൾ 20 അപ്പോൾ എല്ലാവർക്കും ഈമാനും ആഫിയത്തും ആഫിയത്തുള്ളൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും കമൻ്റ് ഇടുന്നവർക്കൊക്കെ ദുആ ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇതുവരെ പറയാത്ത ഒന്നും കൂടി ഇതിൽ പറയാം കേട്ടോ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ല, കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എൻ്റെ അടുത്തുള്ളവരൊക്കെ എന്താ അങ്ങനെ പറയാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും ചെയ്യേണ്ടവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു. ഏതായാലും വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് അസ്സലാമു അലൈക്കും.